കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളൻകിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇന്ന് എന്ത് കറി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ എന്തൊരു ചാറ് കറി ഉണ്ടാക്കും എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് ഈ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുള്ള ഈ ഒരു മുട്ടക്കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളൻകിഴങ്ങ്, ഒരു സവോള, ഇഞ്ചി കഷ്ണം, ഒരു തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളി നമുക്ക് വേണം. അതേപോലെ തന്നെ 4 മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പം മുട്ടയൊക്കെ നമുക്ക് നേരിട്ടൊന്നും പുഴുങ്ങൊന്നും വേണ്ടിയിട്ട് ജസ്റ്റ് ഒറ്റ വിസിൽ കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ 1 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് എടുക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പണി വേഗം എളുപ്പത്തിലാവും. ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറിയൊക്കെ തയ്യാറാവും. പിന്നെ വേണ്ടത് നമുക്കൊരു തേങ്ങ. ആ തേങ്ങ വലുതാണെങ്കിൽ പകുതി നാളികേരം മതി, ചെറുതാണെങ്കിൽ ഒരു ചെറിയ നാളികേരം നമുക്ക് ചിരകിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങും തക്കാളി സവോളയൊക്കെ അരിഞ്ഞ് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് നേരിട്ടിടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ 2 ഉരുളൻകിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ നുറുക്കിയിരിക്കുന്നത്. ഏകദേശം 6 കഷ്ണമാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളീനെ, നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന തക്കാളീനെ കേട്ടോ. നമ്മൾ അരിച്ചിൽ തന്നെ നമ്മുടെ കറിക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ സവോളയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇടാം. പെട്ടെന്ന് പണി കഴിയും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഒരു കറി നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 3/4 സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ അളവൊക്കെ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഒരു 2 വലിയ ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുളക് പൊടി ഞാൻ അധികം ചേർക്കുന്നില്ല. ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയാണ് ഇടുന്നുള്ളൂ. മുട്ടക്കറിക്ക് അത്ര എരിവ് നിൽക്കുന്നത് നന്നായിരിക്കില്ല. അതേപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം നമ്മുടെ മല്ലിയിട്ട, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒക്കെ കൂടി ചേർത്ത് ഒന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ടീസ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് തിരുമ്മിയ ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു സെക്കൻഡ് പാൽ ഒഴിച്ച് നമുക്ക് വേവിക്കാം. അല്ല നമുക്ക് പറ്റ അവസാനം ഒഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തേങ്ങയൊന്നും ചിരകിയിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമുക്കിതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് വെള്ളമുള്ളൂ കേട്ടോ. അധികം വെള്ളം ചേർത്ത് നമ്മൾ ഇതാക്കരുത്. ജസ്റ്റ് ഇതൊന്ന് ഒറ്റ വിസിൽ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന് ലാഭം, സമയം ലാഭം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു വിസിൽ കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ 2 വിസിൽ കൊടുത്താൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ വേവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാലിലിട്ട് വേവിക്കാം. ഞാൻ എളുപ്പം നോക്കിയിട്ട് വേഗത്തിൽ നമ്മുടെ തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം കൊണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് വെന്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ വേവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ സെക്കൻഡ് പാലിട്ടിട്ട് വെള്ളത്തിന് പകരം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യകാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് പകരം ചുറുക്ക എന്ന് പറഞ്ഞൊരു സംഗതിയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ആ ചുറുക്കാരുടെ ഫ്ലേവർ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ ഫസ്റ്റ് പാൽ തന്നെ അധികം വെള്ളമില്ലാണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മുട്ടേനെയും കൂടി നമുക്ക് കുക്കറിൽ വേവിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒറ്റ വിസിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒഴിച്ചാണ് ഞാൻ തിളപ്പിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല ആവശ്യത്തിനുള്ള കട്ടിയുണ്ട്. ഓവർ കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ കറി നമ്മൾ ചാറ് കറിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വല്ലാണ്ട് കട്ടിയായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ചോറിനൊട്ട് ആപ്റ്റല്ല കേട്ടോ. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണം, എന്നാൽ വല്ലാണ്ട് ലൂസാവരുത് തന്നെ. അപ്പോൾ നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട പുഴുങ്ങിയതിന് 2 കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ നമ്മൾ ക്രമീകരിക്കാം കേട്ടോ. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഒരു കറി തയ്യാറായി, ഒരു ചാറ് കറി.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം കേട്ടോ. കടുകല്ല ഇടുന്നത്, ചെറുള്ളി നമുക്ക് നന്നായിട്ട് കാച്ചി ഒഴിക്കണം. അപ്പോൾ നമുക്കത് പാൻ വയ്ക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി താളിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരല്പം, അതായത് ഒരു പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മസാലപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ഓവർ മസാലപ്പൊടി ആഡ് ചെയ്യാൻ പാടില്ല. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് തന്നെ ആഡ് ചെയ്താൽ മതി. ഒരല്പം മുട്ട ആയതുകൊണ്ട് അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് മസാലപ്പൊടി ആഡ് ചെയ്യുന്നതും മുളക് പൊടി ആഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. ആ മുരിഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മസാലപ്പൊടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളി താളിച്ചത് നമ്മളിതിലേക്ക് ഒഴിച്ചുവിട്ടാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞില്ല. എന്ത് പെട്ടെന്ന് നമുക്കൊരു കറി വേണമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഒരു കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ നമുക്കിത് ചോറിനും കഴിക്കാം, അപ്പത്തിനും കഴിക്കാം, എന്തിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ചോറിന് കഴിക്കുന്നൊരു ചാറ് കറി ആയിട്ടാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത്. മുട്ടക്കറി മറ്റേ രീതിയിൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് അധികം മസാലകളൊക്കെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ഇതിലധികം മസാലയുടെ ആ ഫ്ലേവർ അധികം വന്നിട്ടില്ല. തക്കാളിയുടെ ആ പുളി ആവശ്യക്കാർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ചൊറുക്കാന്ന് പറയുക വിനാഗിരി, കള്ളും ചൊറുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ തക്കാളി ഉപയോഗിക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്വാദിഷ്ടമായി നമ്മുടെ മുട്ടക്കറി ഇത് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പമല്ലേ, ഒരു 10 മിനിറ്റ് മാക്സിമം ഉണ്ടായാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചോറിന് ഒരു ചാറ് കറി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.